നമുക്ക് അടുത്തൊരു ചോദ്യം വന്നിട്ടുള്ളത്, ഒരു ഉമ്മ പിന്നെ 16 വയസ്സായ ഒരു കുട്ടിയുണ്ട്. അപ്പോൾ വാപ്പ നല്ല കുടുംബം നല്ല ദീനിയായി ഉള്ള ഒരു കുടുംബം തന്നെയാണ്. അപ്പോൾ വാപ്പ നല്ല ദീനാണ്, വാപ്പയ്ക്ക് വേണ്ടാത്ത യാതൊരു ഇതര ബിസിനസ്സുകാരനാണ്, കാര്യങ്ങളൊക്കെ ചെയ്യും, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും, മകനെ ഉപദേശിക്കും. ഒരു ഉദാഹരണമായി പറഞ്ഞതെന്ന് വെച്ചാൽ മുടി വെട്ടുന്ന കാര്യത്തിൽ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ഉണ്ടല്ലോ, ആ ഒരു അവസ്ഥ വന്നപ്പോൾ വാപ്പ അവൻ ഉപദേശിച്ചു. പക്ഷെ അവൻ അത് കേട്ടില്ല എന്ന് മാത്രമല്ല ഒന്നുകൂടി പിന്നെ മോശമായിട്ട് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ വാപ്പ അവനോട് തെറ്റി പിണങ്ങിപ്പോയി. ഇപ്പോൾ സംസാരിക്കില്ല, അവൻ്റെ കാര്യങ്ങളൊന്നും ചെയ്യില്ല. അപ്പോൾ അവനെന്തായി, നിയന്ത്രിക്കാൻ ആളില്ലാതായി. 16 വയസ്സായ കുട്ടി 10:30 വീട്ടിലേക്ക് കയറി വരിക, അങ്ങനത്തെ ഒരു അവസ്ഥയാകുമ്പോൾ ഉമ്മാക്ക് വല്ലാത്ത ബേജാറാണല്ലോ. അപ്പോൾ ഇപ്പോൾ ഉമ്മാക്ക് ആ ഒരു ബേജാറാണ്. കാരണം ഉമ്മാനേതായാലും കുട്ടിയൊക്കെ നിലയും വലിയ ഉണ്ടാവില്ല, പിന്നെ പേടി വാപ്പാനാണ്. ഉപ്പയും തന്നെ എന്ത് ചെയ്യില്ല, അവനെ മൈൻഡ് ചെയ്യണില്ല. കാരണം നന്നാകാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ നന്നായില്ല, എന്നുവെച്ചാൽ അവൻ്റെ പോട്ടെ എന്നുള്ള നിലക്കായിരിക്കാം. അപ്പോൾ വാപ്പാനെ ഒന്ന് എന്ത് ചെയ്യണം, വാപ്പ എടുക്കുന്നൊരു നിലപാടുണ്ടല്ലോ, അപ്പോൾ ആ നിലപാട് ഇസ്ലാമികപരമായി അവനെ ചേർത്ത് പിടിക്കേണ്ട ഒരു ആവശ്യകത ഉണ്ടാവും. അപ്പോൾ ഉമ്മാൻ്റെ പേടി ഇതാണ്, മകൻ നഷ്ടപ്പെട്ടു പോകുമോ, കാരണം നിയന്ത്രിക്കാൻ ആളില്ലാതായാൽ എന്തു ചെയ്യണം എന്നുള്ളതാണ് ഉമ്മാൻ്റെ ചോദ്യം. ഈ പാരൻറ്റിങ് ഉണ്ടല്ലോ, അത് മാതാപിതാക്കളുടെ മക്കളോടുള്ള സമീപനങ്ങൾ, അതാണ് സത്യത്തിൽ മക്കളുടെ അനുകൂലവും പ്രതികൂലവുമായ നന്നാകാനുള്ള കാരണവും മോശമാവാനുള്ള കാരണവും യഥാർത്ഥത്തിൽ ആരെന്നെയാണ്, പാരൻസാണ്. അതിൽ വളരെ വലിയൊരു പങ്ക് അവർക്കുണ്ട് എന്നാണ് മനസ്സിലാവുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്, ഇങ്ങനത്തെ ഒരു പയ്യൻ പൊതുവേ നമ്മളെന്ന് വെച്ചാൽ ഈ മുടി നീട്ടി വളർത്തുക, അതേമാതിരി ഒരു കോലം കെട്ടിയ രൂപം ഉണ്ടാക്കുക, ഡ്രസ്സിലൊക്കെ, ഇതൊക്കെ കാണുമ്പോൾ സത്യത്തിൽ നമ്മുടെ മനസ്സിലൊരു പലതരത്തിലുള്ള വികാരങ്ങൾ ഒന്നിച്ചു വരും. ഒന്നിപ്പോൾ ഞാനിവിടെ ദീനിയായി നടക്കുന്ന ഒരാൾ, എൻ്റെ മോനാണ് ചെയ്യണത്. ഇതൊക്കെ ഇപ്പോൾ ആൾക്കാർ കാണുമ്പോൾ ഇവനിപ്പോൾ അവൻ്റെ മോൻ്റെ കോലം കണ്ടില്ലേ, എന്താ നടത്തുന്ന കോലം, അവൻ്റെ മുടി ഉണ്ടല്ലേ എന്ന് പോയി നാട്ടിൽ ഞാൻ മാന്യമായി ജീവിക്കുന്ന ഇവിടുത്തെ പള്ളി കമ്മിറ്റിയിലൊക്കെ ഉള്ള എൻ്റെ ഒരു മക്കളിങ്ങനെ. അപ്പോൾ ഒരു അഭിമാനത്തിൻ്റെയും അതേപോലെ തന്നെ ഒരു മകൻ തന്നോട് ചെയ്യുന്ന ഒരു വലിയ അക്രമത്തിൻ്റെയും ഒക്കെ ഒരു ഭയങ്കരമായ വികാരം അവിടെ മനസ്സിലുണ്ടാകും. അപ്പോൾ ഇങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിൽ നിൽക്കുമ്പോഴായിരിക്കും ഇവനെ കാണുക. അപ്പോൾ ഇവനെ കാണുമ്പോൾ എന്താ ഉണ്ടാവുക എന്ന് വെച്ചാൽ, നേരെ ആ ഒരു മനസ്സിൻ്റെ വിഷമം എന്ത് ചെയ്യാണ്, അവിടെ പ്രകടിപ്പിക്കുകയാണ് ചെയ്യുക. ഈ പ്രകടിപ്പിക്കുമ്പോൾ ഈ കുട്ടിക്കുണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ എന്ന് വെച്ചാൽ, ഇന്നവർക്ക് ഇഷ്ടമില്ല, ഇന്നോട് ഇവർക്ക് വെറുപ്പാണ് എന്നൊക്കെയുള്ളൊരു ഭയങ്കരമായ ഒരു, അപ്പോൾ അത് കുട്ടിയിലൊരു പ്രതികാരം, ഒരു വെറുപ്പ്, ഇവരൊക്കെ ഒരു പാഠം പഠിപ്പിക്കണം എന്നൊരു മനസ്ഥിതിയിലേക്കാണ് അവൻ എത്തുന്നത്. പിന്നെ ഇവനൊന്നും പ്രശ്നമല്ല, ഇതുവരെ അവൻ കാത്തുനിന്ന് വാപ്പയാണ്, ഇത് ഉമ്മയാണ് എന്നൊക്കെയുള്ള ചില അതിൻ്റെ അടിസ്ഥാനത്തിൽ അവൻ കീപ്പ് ചെയ്തിരുന്ന ചില കാര്യങ്ങളുണ്ട്, അതൊക്കെ ഫുള്ള് വിട്ടിട്ട് ഇനി എന്ത് ചെയ്യുക. അപ്പോൾ ഇവരുടെ സമീപനം എന്താണ്, അന്ന് ഓൻ പോയി ഓൻ വിചാരിച്ച മാതിരി പോട്ടെ എന്ന ഒരു മനസ്സിൽ അവനെ അങ്ങോട്ട് മാറ്റി നിർത്തുകയും ചെയ്യും. അപ്പോൾ പൂർണ്ണമായ ഫ്രീഡം അവന് കിട്ടി, അവൻ എന്ത് ചെയ്യാണ്ട് പോകും. ഇവിടെ സംഭവിക്കണം എന്താ അറിയോ, ഇതുവരെ ഒരു മുടി വെട്ടാത്തതിൻ്റെ അപമാനം ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പം എന്താണ്, നാട്ടിൽ ഏറ്റവും മോശപ്പെട്ട ഒരു പയ്യൻ എന്നുള്ള അപമാനത്തിലേക്കാണ് അവർ വരുന്നത്. അപ്പോൾ ഇതുകൊണ്ടൊരു കാര്യമില്ല. നമ്മളിപ്പോൾ അവർ ചോദിക്കുക മാറ്റത്തിൻ്റെ നമ്മുടെ കുട്ടികളെത്ത് എന്തെങ്കിലും തകരാറുകൾ കാണുകയാണെങ്കിൽ എന്ത് ചെയ്യാണ്, ഇപ്പോൾ നമ്മൾ മുടി വെട്ടാൻ വേണ്ടി പോവുകയാണ്, അപ്പോൾ നമ്മൾ പറയും, മോനെ ഇയും പോരടാ, നമുക്കൊന്ന് പോയിട്ട് മുടി വെട്ടുകയെന്ന് പറയാം. ഇവൻ്റെ മുടി തകരാറാണെന്നോ കേടാണെന്നോ ഒന്നും പറയണ്ട, എന്നിട്ട് പോകുമ്പോൾ പറഞ്ഞു കൊടുക്കുക, എന്ത് നമുക്കതൊരു മാന്യമായ നിരക്ക് കരുതുമ്പോൾ എന്നല്ലേ നമ്മളെയൊക്കെ മനസ്സിലാക്കുക എന്ന് നമ്മളൊന്ന് പറഞ്ഞു കൊടുത്താൽ, നല്ല നിലക്ക് പറഞ്ഞു കൊടുത്താൽ എന്ത് ചെയ്യുമ്പോൾ, ഇപ്പോൾ സാധാരണ ഇപ്പോൾ നമ്മൾ കോളേജുകളിലൊക്കെ അങ്ങനത്തെ കുട്ടികളെ കാണുമ്പോൾ നമ്മൾ കൂട്ടത്തിൽ നിന്ന് പറയുമ്പോൾ അവർക്ക് ഭയങ്കര അപമാനമാണ്. അപ്പോൾ നമ്മളവരെ സ്വകാര്യമായി വിളിച്ചു കൊണ്ടുവന്നിട്ട് നമ്മൾ പറയും. പിന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം പത്രത്തിൽ എന്താണ്, 3 പയ്യന്മാരെ കഞ്ചാവ് കേസിൽ പിടിച്ച 3 പയ്യന്മാരെ ഫോട്ടോ കണ്ടിരുന്നു. സത്യം പറയുകയാണെങ്കിൽ ഈ ഇപ്പോൾ കഞ്ചാവ് ഉപയോഗിക്കുന്ന ആളോ കൊടുക്കുന്ന ആളൊന്നുമല്ല, പക്ഷെ എൻ്റെ കട്ടിങ്ങും കാര്യങ്ങളും കണ്ടാൽ എന്ത് ചെയ്യും, ആ ഫോട്ടോയിലുള്ള പോലെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ ആളുകളിൽ മോശപ്പെട്ട ആളുകൾ സ്വീകരിക്കുന്ന രൂപങ്ങൾ നമ്മൾ ഈ നിസ്കാരം നോമ്പൊക്കെയുള്ള ആൾക്കാർ സ്വീകരിച്ചാൽ നമ്മളും അത്തരം ആളുകളാണ് എന്ത് ചെയ്യും, നമ്മുടെ രൂപത്തിൽ നിന്ന് തെറ്റിദ്ധരിക്കും. അതും സത്യത്തിൽ അവൻ്റെ മനസ്സിനെ ഭയങ്കരമായിട്ട് എന്ത് ചെയ്തു, ടച്ച് ചെയ്യും. അപ്പോൾ അവരെന്ത് ചെയ്യും, എന്നാൽ സാർ ഞാൻ എന്ത് ചെയ്തോളാം, അടുത്ത ദിവസം അതൊക്കെ ഒന്ന് റെഡിയാക്കി വരാമെന്നോ പറയും. അപ്പോൾ അങ്ങനെ വളരെ ഗുണകാംക്ഷയോട് കൂടെ അത് മാറ്റിയെടുക്കാനും തിരുത്താനും ശ്രമിക്കല്ലാതെ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ആ ഒരു വിഷമവും വികാരവും എല്ലാം നമ്മൾ അവരോട് പരസ്യമായി അവരെ അപമാനിച്ചുകൊണ്ട് നമ്മൾ പ്രകടിപ്പിക്കുമ്പോൾ അവർ കൂടുതൽ പ്രതികാരങ്ങളിലേക്കാണ് പോവുക. അപ്പോൾ പാരൻസിൻ്റെ സമീപനം, തെറ്റിനെ തിരുത്തുമ്പോഴുള്ള ആ ഒരു മര്യാദ,
ഉദഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മ. അതെ. ഹിക്മത്തോട് കൂടെ. ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ആരോടാണോ ഇത് പറഞ്ഞു കൊടുക്കുന്നത് അവന് നമുക്ക് എന്ത് ചെയ്യണം, അവൻ്റെ വലുപ്പം, പ്രായം, സമയം എല്ലാം നോക്കിയിട്ട് ആ സന്ദർഭമൊക്കെ നോക്കിയിട്ട് നമുക്ക് എന്താണ് അവനെ കൺവേ ചെയ്യാൻ, അവനെ ഒരു കാര്യം അവനെ ബോധ്യപ്പെടുത്താനുള്ള ആ ഒരു അവസ്ഥക്കാണ് ഹിക്മത്ത് എന്ന് പറയുന്നത്. അപ്പോൾ അത് സത്യത്തിൽ എന്ത് ചെയ്യണം, അത് ഏത് ഉപദേശത്തിനും ആവശ്യമാണ്. അത് കൈവിട്ടു പോയാൽ എന്ത് ചെയ്യും, അത് ഗുണത്തിലേറെ ദോഷമാണ് ചെയ്യുക. പാരൻസ് ശരിക്കും മനസ്സിലാക്കേണ്ടതാണ്. കുട്ടികളെ കൈകാര്യം ചെയ്യുന്നിടത്ത് നമ്മൾ ഈ ദേഷ്യവും വാശിയൊക്കെ കാട്ടിയാൽ കുട്ടികൾ കൂടുതൽ വഷളായി പോയിച്ചുള്ളൂ. കാരണം ഈ കാലഘട്ടത്തിൽ അങ്ങനെ വെല്ലുവിളിച്ച് നടക്കുകയാണ്. പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഈ കോലം കെട്ടി നടക്കണവരൊക്കെ അവർക്ക് പേരിട്ട്, ഒന്നെങ്കിൽ അവനെ സൈക്കോ എന്ന് പറയാം ആൾക്കാർ, അവനൊരു സൈക്കോ എന്ന് പറയും, അതല്ലെങ്കിൽ അവനൊരു കഞ്ചയെന്ന് പറയാം. പക്ഷെ കുട്ടികൾക്ക് അതും ഇഷ്ടമാണ്. എന്തായിരുന്നാലും നമ്മളെ മക്കളൊക്കെ നേർവഴിക്കാക്കട്ടെ അല്ലാഹു.